तुलसा हमेशा आप लोगों के बारे में बात करती रहती है। आप लोग उसके साथ हो तो हमें उसकी चिंता नहीं होती है। फैजा, तुलसा का ध्यान रखना, वो बिना सोचे समझे किसी भी मामले में कूद पड़ती है। मेरा मतलब है वो साहसी किस्म की है। हाँ हाँ हाँ, वो आपकी सपोर्ट से ही साहसी है। हाँ, आपने सही बोला, वो हमारे साथ भी झगड़ती रहती है। क्या हो रहा है यहाँ पे? किसके बारे में बातें हो रही हैं? वाह, हाय फायजा, तुमने इतने कम समय में रोटी बनानी भी सीख ली। इट्स अमेजिंग। ओह, एक्सक्यूज मी, अ पेंसिल ऑन। थैंक यू। हाँ ഫൈസ, സർ, സോറി സർ, ലേറ്റായി വിളിച്ചത് ബുദ്ധിമുട്ടായോ? എന്ത് ബുദ്ധിമുട്ട് പറഞ്ഞാട്ടെ. ഒരു 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 ഡൗട്ട് മാത്രം. ഈ സെമിനാറിനെ വീഡിയോസ് ഉപയോഗിക്കാൻ പറ്റുമോ? വൈ നോട്ട്, യു ക്യാൻ. യാ, ഗ്രേറ്റ് ഗ്രേറ്റ്, താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഓക്കെ. ആർ യു ടെൻസ്ഡ്? ലേശം. ഞാൻ ഇങ്ങനെ ഇത്രയും വലിയ യൂണിവേഴ്സിറ്റിയിൽ ആദ്യമായിട്ടാണ് ഒരു സെമിനാർ എന്നൊക്കെ പറയുമ്പോഴേ, അതും. എടോ, ഇവിടെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിലൊക്കെ ആയിട്ട് എല്ലാ ദിവസവും എന്തെങ്കിലും സെമിനാർ ഉണ്ടാവും. താനങ്ങനെ ടെൻഷൻ അടിക്കൊന്നും വേണ്ട. ഓക്കെ സർ, താങ്ക് യു സർ. ഐ സീ യു ടുമോറോ. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് സർ. ഉപ്പൂപ്പ, ഞാൻ സെമിനാർ പ്രിപ്പയർ ചെയ്യണേ. അപ്പൊ ഈ പോയിന്റ്സ് ഞാനൊന്ന് പറഞ്ഞോട്ടെ. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ ഏറ്റവും വലിയ നേട്ടം ഹിന്ദു മുസ്ലിം ഐക്യം രൂപപ്പെട്ടതാണ്. ഇതിൽ ബ്രിട്ടീഷുകാർ വിറകൊണ്ടു. ഈ ഐക്യത്തെ പൊളിക്കാൻ ബ്രിട്ടീഷുകാർ ഇറക്കിയ തുറുപ്പുചീട്ടാണ് കഴ്സൺ പ്രഭു. ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നതായിരുന്നു കഴ്സൺ പ്രഭുവിന്റെ തന്ത്രം. ഒരു സെക്കൻഡ്. അതിന്റെ വിജയമാണ് ബംഗാൾ വിഭജന ശ്രമവും പാകിസ്ഥാൻ രൂപീകരണവും. 1925 കഴ്സൺ പ്രഭു മരിച്ചു. എന്നാൽ കഴ്സൺ പ്രഭുവിന്റെ ആത്മാവ് ഇപ്പോഴും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വിരാജിക്കുന്നു. ഇന്നും നമ്മളെ മതത്തിന്റെ പേരിൽ ഭിന്നിപ്പിക്കുന്നു. ഇത് വെറും അധികാരത്തിന് വേണ്ടിയാണെന്ന് നാം തിരിച്ചറിഞ്ഞേ പറ്റൂ. ഇതിനെ പ്രതിരോധിച്ച നവോത്ഥാന നായകരിൽ പ്രമുഖനാണ് കേരളത്തിന്റെ വീരപുത്രൻ എന്നറിയപ്പെടുന്ന അബ്ദുറഹ്മാൻ സാഹിബ്. ഇക്കാരണത്താൽ സ്വന്തം സമുദായത്തിലെ മൗലികവാദികളിൽ നിന്നും ബ്രിട്ടീഷ് അധികാരികളിൽ നിന്നും ഒരേ സമയം പീഡനം ഏറ്റുവാങ്ങേണ്ടി വന്ന നവോത്ഥാന നായകൻ ഈ മണ്ണിലുണ്ട്. ഇവരുടെ സ്മൃതികൾ അയവറക്കുന്നത് ഇന്ന് നമ്മുടെ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ നമുക്ക് ഊർജ്ജമാവും. ബട്ട് deliberate attempts are being made to obliterate them. Even new historical narratives are being constructed for this purpose. Resistance is crucial for the survival of our country. The stories of those people who have sacrificed their entire lives in the name of clans and tribes to which they are born are extremely saddening. Some people are conspiring against freedom, democracy and secularism won by heroic sons of our land like Abdurrahman Sahib. To safeguard the freedom and unity of our land, we must resist and defeat these forces of darkness. Thank you. സെമിനാർ എന്ന് പറഞ്ഞിട്ട് രാഷ്ട്രീയ പ്രസംഗം നടത്തുക, ഇതൊക്കെ കണ്ടിട്ട് നമ്മൾ കയ്യും കെട്ടി നോക്കി നിന്നാ മതിയോ? ദീപ്തി പറഞ്ഞ ശരിയാ. നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്നവർക്ക് എത്ര കഴപ്പ്. ശരിയാ, ഇതൊക്കെ പൊതുവാളുടെ റിക്രൂട്ട്മെന്റ്. ഹായ്. हाँ, किसी को कोई शिकायत करने की जरूरत नहीं है. ऐसे देशद्रोहियों को यहाँ पे बढ़ावा नहीं दे सकते. जो भी करेंगे हम करेंगे. सही बात. हाँ. कब तक ये सिस्टम में ऐसे ही बने रहे? जाओ कंप्लेंट करो, फिर क्या? अरे फैजा मैडम, नमस्ते. आपके सेमिनार में बैठे थे, बड़ा मजा आया. एक बात कान खोल के सुन, ये हिंदुस्तान है. या अंधेरा फैलाना है या उजाला, ये हम तय करते. समझे? मंजूर नहीं है तो देश छोड़ के निकल लो. समझे? ये सब फालतू के रिसर्च और सेमिनार्स. ഫൈസ, നാട്ടിലെ പൊളിറ്റിക്സ് പോലെ അല്ല ഇവിടുത്തെ പൊളിറ്റിക്സ്.
സൂക്ഷിച്ചൊക്കെ വേണ്ട സ്റ്റേറ്റ്മെന്റ്സ് പറയാൻ. പിന്നെ താനൊരു മലയാളി ആയതുകൊണ്ട് പറയാം, സൂക്ഷിക്കണം. എന്തും ചെയ്യാൻ മടിക്കാത്തവരാ. പക്ഷെ ഞാൻ ഇല്ലാത്തൊന്നും പറഞ്ഞില്ലല്ലോ. പറഞ്ഞു. क्या बोलिए? हाँ क्या बोलिए? She's saying that she only said the truth. हो कौन सा सच? किसका सच? ये सब किसने बोला तुझे? तुम हमारे देश और सभ्यता का अपमान करोगे ना तो चुपचाप बैठ के देखने नहीं वाले, भाई समझे? भाई बच्ची है, छोड़ दो. क्या बच्ची है तो? പൈസ പോ, छोड़ दो. പൈസ പോ. പഠിക്കാൻ വന്നാൽ പഠിച്ചിട്ട് പോകണം. വെറുതെ സ്വന്തം കുഴി തോണ്ടാൻ നിൽക്കല്. Faiza. Faiza, come on. Be bold. Faiza, Amal is calling. Faiza. Hello, Amal. ഫൈസ എന്താ സ്ക്വയറിലേക്ക് വരുമെന്ന് പറഞ്ഞിട്ട് Tulsa here. ഓ ഫൈസ വെസ്റ്റ് Amal, she's here, but she's totally upset. the BVS gang. Yeah. Okay, you ask her not to get upset, tell her I'm coming to meet her in a minute. Okay, okay. ഈ യൂണിവേഴ്സിറ്റിക്ക് ഒരു നല്ല കൾച്ചർ ഉണ്ട്. അത് വിട്ട് കളിക്കാൻ അറിയാൻ മേലഞ്ഞിട്ടല്ല, ചെയ്യിപ്പിക്കരുത്. അതിനിപ്പോ ഞാൻ സ്റ്റുഡൻസിനെ ഭീഷണിപ്പെടുത്തലാണോ നീ രാജ്യത്തെ അവനീ പ്രശ്നം ഞങ്ങൾ എന്ത് ചെയ്യാൻ അവനെ ഇങ്ങോട്ട് കയറി അവനെ വിളിച്ചോട്ട് പോ. ഞങ്ങളൊന്നും ചെയ്തില്ല, അവനെ ഇങ്ങോട്ട് ഉണ്ടാക്കാൻ തോന്നേ. എന്താണത്? പൈസ ആകെ കച്ചറാക്കിയില്ലേ മോളെ. എനിക്ക് എന്നോടൊരു വാക്ക് പറഞ്ഞാ പോരെ? ഇത് ഞാൻ കൈകാര്യം ചെയ്യില്ലേ? അല്ല ഇവര് പറഞ്ഞില്ലേ, ഇവരോട് പറഞ്ഞാ പോരെ? ഇതിപ്പോ ഇവര് പറഞ്ഞിട്ടാ ഞാൻ അറിയണത്. ഹാരിസിക്ക, ഫൈസയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതൊക്കെ. ഫൈസയുടെ പുതിയ ആളല്ലേ. അന്നേ ഞങ്ങൾ പറഞ്ഞതല്ലേ ഫൈസയോട്, ഫൈസയുടെ കൂട്ടുകെട്ട് ശരിയില്ലെന്ന്. മോളെ എന്റെ പെരക്കാരാകെ ബേജാറായി നിൽക്കാണ്. ഞാൻ ഒരു വിധം പറഞ്ഞ ഒരു തണുപ്പിച്ചുണ്ട്. പൈസ ഇത് വിട്ടേരാ, ഇത് ഞങ്ങൾ കൈകാര്യം ചെയ്തോ. പൈസ ഒന്നും അറിയണ്ട. നിങ്ങൾ ഇതൊന്നും കൈകാര്യം ചെയ്യണ്ട. നിങ്ങൾ എന്താ പറയുന്നതെന്നും എന്താ പറയാൻ വരുന്നതെന്നൊക്കെ എനിക്ക് നല്ലോണം മനസ്സിലാവുന്നുണ്ട്. എന്നെ അതിന് കിട്ടില്ല. പിന്നെ ഹാരിസ്ക, എന്റെ പുറക്കാരെ വിളിച്ച് നിങ്ങൾ തണുപ്പിച്ചൊക്കെ നല്ലോണം അറിഞ്ഞ് എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കണ്ട. പിന്നെ കാണാം. ശരി ബടാ ഒക്കങ്ങളാട്ടെ, നിന്നോട് സംസാരിക്കാൻ കുറച്ച് നാണ. അതാ ഹലോ സർ, ആരോഗ്യമൊക്കെ എങ്ങനെ ഇരിക്കുന്നു? സുഖമായിരിക്കുന്നോ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇപ്പം മോളുടെ വർത്താനം കേട്ടിട്ടുള്ള ചെറിയ വിഷമമേ ഉള്ളൂ. അയ്യോ സാർ, അതൊന്നും കാര്യമാക്കണ്ട. അതിവിടെ കുട്ടികൾ തമ്മിലുള്ള എന്തോ ഒരു വാക്ക് കേൾക്കും, അത്രേ ഉള്ളൂ. പിന്നെ ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ. സാറ് ബേജാറാവൊന്നും വേണ്ട. ആ ധൈര്യം എനിക്കുണ്ട്. വേണ്ടാത്തനൊന്നും ഓള് പോയില്ലെന്ന് ഞങ്ങൾക്ക് അറിയാം. അതെ അതെ. ഒരു സെക്കൻഡ്, ഞാൻ ഫൈസയുടെ കൈ കൊടുക്കാം. മൂപ്പര് നല്ല ബേജാറില്ല. ആ ഉമ്മ, ഉമ്മ അവരും പറയുന്നൊക്കെ കേട്ട് ഇങ്ങനെ ബേജാറാവല്ലേ? എന്നാലും മോളെ ഓരോന്ന് പറയുന്ന കേൾക്കുമ്പോ ഇപ്പൊ എല്ലാവർക്കും സമാധാനായില്ലേ? ശരി, ഞാൻ വിളിക്കാം. ശരി. ഓക്കെ ഓക്കെ ഉമ്മ. അസ്സലാമു അലൈക്കും. तुलसा 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 उठो, भाई जी फोन कर रहे हैं. लो. हेलो. हाँ हाँ गा सो गई थी, क्या हुआ? हाँ बस सो रही थी. क्या? कैसे? कब एक्सीडेंट हुआ? क्या क्या हालत है अभी? हाँ भाई जी, भाई जी, भाई जी, तुलसा, भाई जी. हेलो.